ഹരേ കൃഷ്ണ, നമസ്തേ. നേരം ഓൺലൈനിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ 2026 വിഷുഫലമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വിഷുഫലം എന്ന് പറയുമ്പോൾ എപ്പോഴും ആദിത്യൻ ഉച്ചനായിട്ട് വരുന്ന, അതായത് മേടത്തിൽ ആദിത്യൻ ഉച്ചനായിട്ട് വരുന്ന ആ ഒരു സുപ്രധാന ദിവസത്തെയാണ് നമ്മൾ വിഷു ആയിട്ട് പരിഗണിക്കുന്നത്. അതിൻ്റെ കാരണം അസ്ട്രോളജിക്കലി നമ്മൾ ആദിത്യൻ എന്ന് പറയുന്നത് ആണ് നമുക്ക് എന്താണ് നമ്മുടെ ഭാഗ്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈശ്വര അനുഗ്രഹം തരേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് ആദിത്യനാണ്. ആദിത്യനും വ്യാഴവുമാണ്. അതിൽ ആദിത്യൻ ഉച്ചനായിട്ട് വരുമ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷത്തേക്കാൾ അല്ലെങ്കിൽ ചിങ്ങമാസ ഫലത്തേക്കാൾ വിഷുവിനൊരു പ്രാധാന്യം മലയാളികൾ കൽപ്പിക്കാൻ കാരണം ജ്യോതിഷപരമായിട്ട് ആദിത്യൻ്റെ ആ ഒരു സംക്രമം നമുക്ക് വളരെ ജീവിതത്തിൽ നേട്ടവും ഗുണവും ഐശ്വര്യവും ഉണ്ടാക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഇത്തവണത്തെ വിഷു സംക്രമം വരുന്നത് 2026 ഏപ്രിൽ 14 രാവിലെ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 9:32 സാധാരണ നമ്മൾ കണി കാണുന്ന അതിരാവിലെ ആയതുകൊണ്ട് ഇത്തവണത്തെ വിഷു കണി ഫലം വരുന്നത് തൊട്ടടുത്ത ദിവസമായ ഏപ്രിൽ 15 ഈ വിഷുഫലം എന്ന് പറയുമ്പം വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ഫലങ്ങൾ വന്നാലും ഇതെല്ലാം ചാരവശാലുള്ള ഫലമാണ്. ചാരവശാൽ മീൻസ് ഇപ്പം നിലവിൽ ആ സംക്രമത്തോടനുബന്ധിച്ച് വരുന്ന പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് നമ്മുടെ ജാതകാലുള്ളത് ഇതുമായിട്ട് വ്യത്യാസമാണ്. അപ്പം താൽക്കാലിക ഫലമാണ്. പിന്നെ നമ്മുടെ ജാതകാലുള്ള ഗുണദോഷങ്ങൾക്കനുസരിച്ച്, അതായത് ജാതകാൽ നമുക്ക് ചിലപ്പോൾ വ്യാഴം വളരെ നല്ല അവസ്ഥയിലായിരിക്കാം. ഈ മാറ്റം വരുമ്പോൾ ഈ നമ്മുടെ വിഷുഫലത്തിലോ ഇപ്പോഴുള്ള ചാരവശാലുള്ള ഫലത്തിൽ വ്യാഴം നമുക്ക് അഷ്ടമത്തിലായിരിക്കാം. പക്ഷേ നമ്മുടെ ജാതകത്തിൽ അത് ഗുണകരമാണെങ്കിൽ അതിൻ്റെ ഗുണം തന്നെ അനുഭവിക്കും. എങ്കിലും താൽക്കാലികമായിട്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഈ ഫലം നിൽക്കും. ഇനി നമ്മൾ വിഷുഫലത്തെ 3 ഘട്ടമായിട്ട് തിരിക്കുകയാണ്. വിഷുഫലത്തെ 3 ഘട്ടമെന്ന് പറയുമ്പോൾ ഈ വിഷുഫലം ഏതെല്ലാം കൂറുകാർക്കാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഗുണകരമായിട്ട് വരുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലം നൽകുന്ന ചില രാശിക്കാർ, അതിൽ ഏറ്റവും പ്രധാനം മിഥുനമാണ്. മിഥുനം, കർക്കിടകം, തുലാം, വൃശ്ചികം, മകരം രാശിക്കാർക്ക് ഈ വരുന്ന വിഷു മുതലുള്ള ഒരു വർഷം വളരെ നല്ലതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, വിഷു വരുന്ന സംക്രമം വരുന്ന ദിവസം അല്ലെങ്കിൽ ആ വിഷു ഫലം നമ്മൾ ആ രാശി വിഷുവിൻ്റെ പ്ലാനറ്ററി പൊസിഷൻ വരുന്ന ആ സമയം, സംക്രമ പ്ലാനറ്ററി പൊസിഷൻ വരുമ്പം അത്ര അങ്ങോട്ട് ഗുണമല്ലെങ്കിലും ക്രമേണ കൊണ്ട് ഒരു ജൂൺ മുതൽ അങ്ങോട്ട് നിങ്ങൾക്കെല്ലാം വളരെ ശ്രേഷ്ഠത വരും. കാരണം നിങ്ങൾക്കെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ധനം, സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം, ഐശ്വര്യം, പിന്നെ ദൈവാധീനം, ഭാഗ്യം, ഇതെല്ലാം തരേണ്ടത് വ്യാഴമാണ്. ആ വ്യാഴം ഈ പറഞ്ഞ 5 കൂറുകാർ, അതായത് മിഥുനം, കർക്കിടകം, തുലാം, വൃശ്ചികം, മകരം കൂറുകാർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന അവസ്ഥയിൽ വരികയാണ്. പ്രത്യേകിച്ച് ഇത്തവണ വ്യാഴം വളരെ ഉച്ചനായിട്ട് വരുന്നുണ്ട്. 12 വർഷത്തിലൊരിക്കലാണ് ഉച്ചനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ചും നമ്മളതിൽ ചിന്തിക്കേണ്ടത് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ കഷ്ടത കഴിഞ്ഞ ഒരു കുറച്ച് നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 3/4, ഇത്രയും വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 2-3 വർഷം വളരെ യാതനയും കഷ്ടം അനുഭവിച്ചവരാണ്. പക്ഷേ അതിൽ നിന്ന് അവർക്ക് ജീവിതത്തിൽ ഒരു വലിയ മാറ്റം, കാരണം ഉയർച്ച വരാനുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഈ വിഷുഫലം മിഥുനക്കൂറുകാർക്ക് വളരെ ഗുണമായിരിക്കും. അതുപോലെ തന്നെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 12 വ്യാഴം നിന്നവരാണ്. ഈ കഴിഞ്ഞ മാത്രമല്ല, കർക്കിടകക്കൂറിൻ്റെ 2 കേതുവും കൂടെ നിന്നുകൊണ്ട് കഴിഞ്ഞ കുറേ നാളായിട്ട് ഏകദേശം ഒരു വർഷമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ധനനഷ്ടങ്ങളും കടവും ബുദ്ധിമുട്ടും ഒക്കെ വന്നതാണ്. ഇതെല്ലാം മാറും, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയാണ് ഈ വിഷുഫലം. അതുപോലെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ നല്ലതായിരുന്നു ഈ കഴിഞ്ഞ ഒരു കാലഘട്ടം. ഇനി അതൊന്നും കൂടി നന്നാവുകയാണ്. കഴിഞ്ഞ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ വ്യാഴം ഭാഗ്യസ്ഥാനത്തായിരുന്നു. ഇനിയിപ്പോൾ അത് 10ലേക്ക് കർമ്മസ്ഥാനത്തേക്ക് വരുന്നു. നിങ്ങൾക്ക് ഇതെല്ലാം പ്രവൃത്തിപഥത്തിൽ ധനപരമായിട്ടും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ഗുണം, ഇതെല്ലാം വളരെ ശ്രേഷ്ഠമായിട്ട്
നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നല്ല അവസരമാണ് വരുന്നത്. ഇനി നമ്മൾ അതുപോലെ തന്നെ മറ്റൊന്ന് വൃശ്ചികക്കൂറുകാർ നമ്മൾ മിഥുനക്കൂറുകാരുടെ അവസ്ഥ പറഞ്ഞ പോലെയാണ്. അഷ്ടമത്തിലെ വ്യാഴവും പിന്നെ അവരുടെ കേതുവിൻ്റെ അനിഷ്ടമൊക്കെ കൊണ്ട്, അതായത് കർമ്മസ്ഥാനത്ത് കേതുവൊക്കെ ആയതുകൊണ്ട് വളരെ ശരിക്ക് ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏറ്റവും അധികം കഷ്ടപ്പാട് അനുഭവിച്ച ഒരു കൂറുകാരെന്ന് പറയുന്നത് വൃശ്ചികക്കൂറുകാരാണ്. അതായത് വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ. ഇവർക്ക് വളരെ നല്ല ഒരു ഐശ്വര്യവും ചേഞ്ചും വരുന്നു എന്ന് മാത്രമല്ല, ഈ വിഷു കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗുണകരമായ അനുഭവങ്ങളൊന്നും തുടങ്ങിയാൽ അതൊരു ഏകദേശം നമ്മുടെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ വളരെ നല്ല അവസ്ഥയിലെത്തും. ആ സമയം ഉപയോഗിക്കണം. നമ്മൾ അസ്ട്രോളജിക്കലി ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം എന്നെ കൺസൾട്ട് ചെയ്യുന്ന ധാരാളം ആൾക്കാർ ചോദിക്കുന്നൊരു ആത്മമിത്രങ്ങളുടെ ഒരു വലിയ സംശയമാണ്. കാരണം ഞങ്ങൾ എന്ത് ചെയ്താൽ രക്ഷപ്പെടും, എങ്ങനെ രക്ഷപ്പെടും? ഇതിന് എൻ്റെ ഒരു ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതായത് നമുക്ക് അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. നമ്മൾ പോകുന്ന വഴികളിൽ എവിടെയൊക്കെ ഗുണവും ദോഷവും വരും, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യത, ഇതിൻ്റെ ഒരു വഴികാട്ടി മാത്രമാണ് അസ്ട്രോളജി. അല്ല, അസ്ട്രോളജിയിൽ നമ്മുടെ മൊത്തം ജീവിതവും അസ്ട്രോളജി അല്ല തീരുമാനിക്കുന്നത്. ഇനി അതിൻ്റെ റെമഡിയൽ പാർട്ടിലേക്ക് വന്നാലും നമ്മൾ അതിനകത്ത് കുറേ ഹോമങ്ങളോ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത്യാവശ്യത്തിന് ചില റെമഡീസ് നമ്മൾ പോസിറ്റീവ് എനർജി വർദ്ധിക്കാനായിട്ട് ക്ഷേത്ര വഴിപാടുകൾ ചെയ്യുക എന്നുള്ള ഒഴിച്ച് ബാക്കി നമ്മുടെ തന്നെ ജപവും ധ്യാനവും ഈശ്വരാനുഗ്രഹവും നേടി മുന്നോട്ട് പോകുമ്പം ഈശ്വരൻ നമ്മളിലേക്ക് ഈശ്വരൻ വന്നൊന്നും ചെയ്തു തരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാധാരണ സാധുക്കളുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി ഇന്ന വഴിപാട് ചെയ്താൽ ഉടനെ കാര്യം സാധിക്കുന്നു, ഒന്നുമില്ല. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതം വിജയിപ്പിക്കാനുള്ള അവസരങ്ങൾ ഭഗവാൻ കൊണ്ടുതരും. ആ അവസരങ്ങൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയും അത് യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളിനെ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ആ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം, അതുപോലെ തന്നെ പ്ലാനിങ്. ഒരിക്കലും ഒരു വ്യക്തിയും ലൈഫിൽ വ്യക്തമായ പ്ലാനിങ്ങും അതിനനുസരിച്ച് ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കാതെ വിജയിക്കില്ല. അതായത് ഈശ്വരൻ ഒന്നും കൊണ്ട് തരില്ല. നിങ്ങളുടെ വിജയവും തോൽവിയും തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മിഥുനം, കർക്കിടകം, തുലാം, വൃശ്ചികം, മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ കിട്ടുന്ന നമ്മുടെ അവസരം, അതായത് ഗുണകരമായിട്ട് നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യവും ധനവും അവസരങ്ങളും വരുന്നത് ഇപ്പോൾ നമ്മളത് പ്രയോജനപ്പെടുത്തി എടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. നമ്മൾ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട്, ഈ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തെറുക്കാം എന്ന് പറഞ്ഞ പോലെ, നമുക്ക് ഗുണകരമായ കാലം വരുമ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അത് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നവർക്ക് ഫ്യൂച്ചറിൽ കുറച്ച് അനിഷ്ടകാലം വന്നാലും അന്നും നിങ്ങൾ സ്വസ്ഥമായിട്ട് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിക്കാം. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞ ഏറ്റവും ഗുണം ചെയ്യുന്ന 5 രാശിക്കാരെയാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള രാശിക്കാർ. ഈ പിന്നെ നമ്മുടെ വിഷുഫലം കൊണ്ട് നമുക്കിപ്പോൾ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഗുണദോഷങ്ങളുണ്ട്. അതായത് ഇപ്പം വ്യാഴം ജൂണിൽ മാറുന്നു, ഡിസംബർ ആകുമ്പം രാഹുകേതു മാറുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഈ ഒരു വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷം എങ്ങനെ ഇരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. അതിൽ ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമുക്കത് ഗുണകരമായിരിക്കും, ചില കാര്യങ്ങളിൽ നമുക്കത് അനിഷ്ടമായിരിക്കും. അത്തരം രാശിക്കാരെന്ന് പറയുമ്പോൾ മീനം, മേടം, കന്നി, കുംഭം. മീനം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വളരെയധികം കഷ്ടത അനുഭവിച്ചു എന്ന് തന്നെ പറയാം. അതിന് കാരണമുണ്ട്. നമ്മൾ മിഥുനം പറഞ്ഞ പോലെ തന്നെയാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് വ്യാഴാനുകൂലമല്ലായിരുന്നു. പിന്നെ 7.5 ശനി, അതിപ്പോൾ ജന്മശനിയാണ്. അതിലുപരി അവർക്ക് കഴിഞ്ഞ വർഷമൊക്കെ കേതുവിൻ്റെയൊക്കെ അനിഷ്ടം ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇപ്പോൾ വലിയൊരു അനുഗ്രഹമുള്ളത്, കേതു 6ലേക്ക് മാറിയതുകൊണ്ട് കേതുവിൻ്റെ ഇഷ്ടസ്ഥാനമായതുകൊണ്ട് വലിയ കുഴപ്പം ചെയ്യത്തില്ല.
നമുക്ക് ധനം, ഐശ്വര്യം, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചു തരിക, ഭാഗ്യം, സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണവും ഐശ്വര്യവും, അവർക്കുയർച്ച, അവരെ കൊണ്ട് സന്തോഷിക്കാവുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം തരേണ്ടത് വ്യാഴമാണ്. ഈ നമ്മുടെ വിഷുഫലത്തോടു കൂടി ക്രമേണ കൊണ്ട്, അതായത് ഒരു ജൂൺ മുതൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഭാഗ്യങ്ങളും വന്നെത്തും. അതായത് കഴിഞ്ഞ കാലത്തെ കഷ്ടകാലം എല്ലാം മാറി നല്ല കാലം വരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒപ്പം തന്നെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, 7.5 ശനി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തു ചെയ്യും? 7.5 ശനി നമുക്കിപ്പോൾ ജന്മശനിയായിട്ട് നിൽക്കുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധ വേണം. അതാണ് ജന്മശനി നിൽക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വേണം. അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായിട്ടുള്ള രാഷ്ട്രീയം, പിന്നെ കലാസാംസ്കാരിക പ്രവർത്തകർ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ, ഇങ്ങനെയുള്ളവർ ജന്മശനി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് ചതിയോ വഞ്ചനയോ വരാതെയും, അതുപോലെ നമ്മൾ ഇടപെടുന്ന നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് ചലനം വരാതെയും ശ്രദ്ധിക്കണം. അതാണ് പറഞ്ഞ ഗുണവും ദോഷവും വരാം. എന്നാൽ ധനപരമായിട്ട് ധാരാളം ഉയർച്ച വരാനുള്ള അവസരങ്ങൾ വരും. അത് ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ കടങ്ങളൊക്കെ മാറി ഒന്നുകൂടി ജീവിതം, നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ തളിർത്ത് തുടങ്ങും. പോക്കൂല, തളിർത്ത് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾ ക്രമേണ പ്രയോജനപ്പെടുത്തിയെടുക്കണം. ഇനി ഇതിൽ ഈ പറഞ്ഞ മീനം, അത് കഴിഞ്ഞ് മേടം. മേടക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം നന്നല്ല. കാരണം 7.5 ശനി തുടങ്ങിയിട്ടുണ്ട്. വ്യാഴം 3-ലായിരുന്നു. 3-ലെ വ്യാഴം, പൊതുവിൽ വ്യാഴം 3-ലായിരിക്കുമ്പോൾ നമ്മളെക്കാൾ നമ്മളെ സുഹൃത്തുക്കൾ, അന്യർക്കാണ് നമ്മളെ കൊണ്ട് ഗുണം വരുന്നത്. നമ്മുടെ കുടുംബത്തിന് നമുക്കും അധികം ഗുണം വരില്ല. ഇനി അടുത്തത്, അപ്പം അതും ഒരു ഗുണകരമായിട്ട് വരികയാണ്. ഇനി അടുത്തത് കന്നിക്കൂറ്. കന്നിക്കൂറെന്ന് പറയുമ്പോൾ കന്നിക്കൂറുകാർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കണ്ടകശനി അനുഭവിച്ചിരുന്നു. അവർക്ക് പക്ഷേ വ്യാഴം അനുകൂലം ആയതുകൊണ്ട് വലിയ ദോഷമില്ലാതെ പോയി. ഇനിയിപ്പോൾ അത് 11-ലോട്ട് ലാഭസ്ഥാനത്തേക്ക് വരുന്നു. തീർച്ചയായിട്ടും ധനവും ഐശ്വര്യവും ഭാഗ്യമൊക്കെ വരും. എങ്കിലും 7-ലെ ശനിയെ ഒരല്പം ശ്രദ്ധ പുലർത്തണം. വേറൊന്നും കൊണ്ടല്ല. ശനി 7 നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? 7 എന്ന് പറയുന്നത് നമ്മുടെ 7th ഹൗസ് എന്ന് പറയുന്നത് അസ്ട്രോളജിക്കലി നമ്മളെ പാർട്ണർഷിപ്പ് സ്ഥാനം. അതായത് ലൈഫ് പാർട്ണർ, ബിസിനസ് പാർട്ണർ, നമ്മുടെ ആത്മാർത്ഥ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജോലിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോസായിട്ട് വരുന്ന ഇങ്ങനെ ഉള്ള വ്യക്തികളിൽ നിന്ന്, അതായത് ലോങ് ടൈം നമ്മളോടൊപ്പം സഹകരിക്കേണ്ട വ്യക്തികളിൽ നിന്ന് അവരുമായിട്ട് പിണങ്ങാനോ അവരുമായിട്ടൊരു തെറ്റിദ്ധാരണ വരാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കുറച്ച് അനിഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലായിടത്തും യുക്തിയും ബുദ്ധിയാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. ഈശ്വരന് നമ്മളിൽ ബുദ്ധിയും യുക്തിയുമായിട്ട് വിളങ്ങാനേ പറ്റൂ. ഈശ്വരൻ വന്ന് കൈപിടിച്ചെഴുതത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ സെൽഫ് കൗൺസിലിംഗ് പോലെ നമ്മളെ മനസ്സിനെ ട്യൂൺ ചെയ്യണം. ഇപ്പോൾ എനിക്ക് സമയം അത്ര നന്നല്ല, അതുകൊണ്ട് കർമ്മസ്ഥാനത്ത് നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ഇടപെടുന്ന ആൾക്കാരുടെ അടുത്ത് വാക്കിലും പ്രവൃത്തിയിലും ക്ഷമയും ഒരു സംയമനവും പുലർത്തണം. അപ്പോൾ നമ്മുടെ ജീവിതം വിജയിക്കും. ഇനി അതുപോലെ തന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സമയം നല്ലതാണ്. കുംഭക്കൂറുകാർ വളരെ മോശ സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുംഭക്കൂറെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അവിട്ടത്തിൻ്റെ അവസാന 2 പാദം ചതയം, പോരിട്ടാതിയുടെ 3/4, 1, 2, 3 പാദങ്ങൾ. ഞാൻ ഇതിൽ ഈ കൂറുകൾ പറയുമ്പോൾ പലപ്പോഴും നക്ഷത്രം പറയാത്ത കാരണം, ഇപ്പോൾ ഈ യൂട്യൂബിലും വീഡിയോകളൊക്കെ കണ്ട് മിക്കവാറും ഓരോ കൂറ് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ നക്ഷത്രവും ഏത് കൂറിൽ വരുന്നതൊക്കെ അറിയാം. നന്നായിട്ട് ജ്യോതിഷം പഠിച്ചു തുടങ്ങി നിങ്ങളൊക്കെ, അത് സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് എന്തായിരുന്നു ചോദിച്ചാൽ, 7.5 ശനി ഇങ്ങനെ തീരുന്ന അവസ്ഥയായിട്ടുള്ളൂ. ഇനിയുമുണ്ട് ഒരു ഏകദേശം ഒരു വർഷത്തേക്ക് വിടാം. പിന്നെ അതുപോലെ തന്നെ ശനിയുടെ ഈ 7.5 ശനി തീരുന്നതോടൊപ്പം തന്നെ ശനിയുടെ സ്വന്തം വീടാണ് കുംഭക്കൂറ്. മാത്രമല്ല നമ്മുടെ അഷ്ടമത്തിലായിരുന്നു, ഇപ്പോൾ 7-ൽ നിവൃത്തി സ്ഥാനത്താണ് കേതു നിൽക്കുന്നത്. അപ്പോൾ കേതുവിൻ്റെ അനിഷ്ടം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വ്യാഴവും നിങ്ങൾക്ക് അനുകൂലം അല്ലായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുകൂലമായി. ഇനി വ്യാഴം ഒന്നുകൂടി ഗുണകരമായിട്ട് വരുന്നു. എന്തുകൊണ്ട്? ഉച്ചനായിട്ട് വരുന്നു.
6 ഉച്ചനായിട്ട് വ്യാഴം ഈ ജൂണിൽ വരും. അപ്പോൾ ഈ നമ്മുടെ വിഷു മുതൽ ഇനി വരുന്ന ഒരു വർഷം നിങ്ങൾക്ക് പല മാർഗങ്ങളിലൂടെ ധനം വരാനുള്ള യോഗമുണ്ട്. കടബാധ്യതകൾ തീരും, ശത്രുക്കളും നമ്മളെ പിന്നെ ഉപദ്രവിച്ചിരുന്നവരൊക്കെ അകന്നു പോവും, അല്ലെങ്കിൽ ശത്രുക്കളെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ലീഗൽ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് നിയമപരമായ വിഷയങ്ങൾ നിങ്ങൾ നേരിട്ടിരുന്നെങ്കിൽ അതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഈ വിഷുഫലം പൊതുവിൽ എല്ലാ കൂറുകാർക്കും ഒരുവിധം ഒരു ആശ്വാസം കൊടുക്കും. ഉടനെ അല്ലെങ്കിലും ക്രമേണ ഉണ്ട്. കാരണം ഈ വർഷം ഉച്ചനായിട്ട് വ്യാഴം വരുന്നതുകൊണ്ട് എല്ലാ കൂറുകാർക്കും ഒരു പരിധി വരെ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം, ഗുണകരമായ മാറ്റം തരും. പ്രത്യേകിച്ച് സന്താനങ്ങളുടെ ഉയർച്ച, സന്താനങ്ങളുടെ പിന്നെ ഐശ്വര്യം, ഇതിനൊക്കെ ഗുണം ചെയ്യും. അപ്പം മീനം, മേടം, കന്നി, കുംഭം ഈ 4 രാശിക്കാരെ സംബന്ധിച്ചും നമുക്ക് ഈ വിഷുഫലം ഒരുവിധം കൊള്ളാവുന്നതാണ്. എന്നാൽ പൊതുവിൽ അത്ര ചില കാര്യങ്ങളിൽ നല്ലതല്ല. ചില കാര്യങ്ങളിലെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഏത് കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും അവിടെയെല്ലാം നമ്മൾ ഒരു ജാഗ്രത പുലർത്തണം. നേരത്തെ നമ്മൾ സംയമനത്തോടെയും ക്ഷമയോടെയും ഇടപെടണമെന്ന് പറഞ്ഞില്ലേ കന്നിക്കാരുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഈ കുംഭക്കൂറുകാരായിരുന്നാലും മീനക്കൂറുകാരായിരുന്നാലും, അതിൽ മീനക്കൂറുകാർ ഒഴികെ മേടം, കന്നി, കുംഭം കൂറുകാർ കേതുവിൻ്റെ അനിഷ്ടം കൊണ്ട് നമ്മളെ സഹായിക്കേണ്ടവരിൽ നിന്ന് അനിഷ്ടം വരാതെയും തെറ്റിദ്ധാരണ വരാതെയും ഒരു സംയമനത്തോടെയും വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. ഇനി നമുക്ക് മറ്റൊന്ന് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 4 കൂറുകാർക്കും ധനം, സന്താനങ്ങളെ കൊണ്ട് ഗുണം, സന്താനങ്ങൾക്ക് ഉയർച്ച, ഉപരിപഠനം, പരീക്ഷാ വിജയം ഇതെല്ലാം കിട്ടും. പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടവരാണ്. അതായത് ജാഗ്രത പുലർത്തണം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം വന്ന് അല്ലെങ്കിൽ അബദ്ധം കാണിച്ച് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതിന് നമ്മൾ എളുപ്പം കാണുന്നത് എൻ്റെ വിധിയാണെന്ന്. ഒരിക്കലുമല്ല. വിധിയെ മതി കൊണ്ട് വെല്ലലാന്ന് ശാസ്ത്രങ്ങളെല്ലാം പറയുന്നുണ്ട്. അതായത് നമുക്ക് വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ അബദ്ധങ്ങളോ വരാവുന്ന സമയമാകുമ്പം അതിന് നമ്മളെ സബ് കോൺഷ്യസ്, അതാണ് ഈശ്വരൻ. ഈശ്വരൻ നമുക്ക് പലതിനും മുന്നറിയിപ്പ് തരും, പക്ഷേ നമ്മളത് അവഗണിച്ച് പോയിട്ടാണ് പല ഇതും വരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, പ്ലാനിങ്, യുക്തി, ബുദ്ധി ഇത് അപ്ലൈ ചെയ്ത് തന്നെ ജീവിതം വിജയിപ്പിക്കണം. ഇനി നമ്മൾ ഈ വിഷുഫലത്തിൽ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട 3 കൂറുകാരുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ എല്ലാ കൂറുകാരെ സംബന്ധിച്ച് ധാരാളം രീതിയിലുള്ള ഗുണങ്ങൾ വരികയും എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ഇനി പറയുന്ന 3 കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ്. അത് ജാഗ്രത പുലർത്തേണ്ടവരാണ്. ചിങ്ങം, ധനു, ഇടവം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ ശനി നിൽക്കുന്ന സമയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7.5 ശനിയോ കണ്ടകശനിയേക്കാൾ ഏറ്റവും കഷ്ടത ഉണ്ടാക്കുന്നതാണ് അഷ്ടമശനി. എന്തുകൊണ്ട്? ശനി മരണകാരകനാണ്. അതുപോലെ തന്നെ നമുക്ക് മരണതുല്യമായ കഷ്ടത തരുന്നയാളാണ്. അപ്പോൾ അത് അഷ്ടമത്തിൽ വരുമ്പം നമുക്ക് അത്രയും കഷ്ടത തരാം. അവിടെ ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഹോമങ്ങളും പൂജകളും നടത്തിയല്ല, നമ്മുടെ ജപം, പ്രാർത്ഥന, ക്ഷേത്ര ദർശനം, അങ്ങനെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെയുള്ളവരെ ഇത് വലുതായിട്ട് ബാധിക്കത്തില്ല. ശനി ധാർമ്മികനാണ്. ധർമ്മവും നീതിയും നിലനിർത്തുന്ന, നമുക്ക് ആത്മീയത തരുന്ന ഒരു ഗ്രഹമാണ് ശനി. തീർച്ചയായിട്ടും നമ്മൾ ആത്മീയമായിട്ട് ദൈവികമായിട്ട് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ച് ശനി കഷ്ടതയെ നൽകില്ല, അവരെ അനുഗ്രഹിക്കും. കാരണം നമ്മളെ ധർമ്മവും നീതിയും തന്ന് നമ്മളെ നേർവഴി പഠിപ്പിക്കാനാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം. നമ്മുടെ ഗ്രഹങ്ങളിൽ ഈശ്വര പദവിയുള്ളത് ശനീശ്വരൻ എന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്ന്, ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇനി ഈ ജൂൺ കഴിയുമ്പോൾ 12ലേക്ക് നഷ്ടസ്ഥാനത്തേക്കാണ് ആര് വരുന്നത്? വ്യാഴം. വ്യാഴം ആരാണ്? നമ്മുടെ ധനം, നമ്മുടെ ഭാഗ്യം, നമ്മുടെ അനുഭവ ഗുണങ്ങളെല്ലാം തരേണ്ടത് വ്യാഴമാണ്. ഫിനാൻസ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തുക. ഫിനാൻസ് കൊണ്ട് മറ്റുള്ളവരെ ആവശ്യമില്ലാതെ സഹായിച്ച് പഴിയും ഉള്ള ബന്ധങ്ങളും നഷ്ടപ്പെടുത്താതിരിക്കുക. ചെലവ് ചുരുക്കി മുന്നോട്ട് പോയി ശീലിക്കുക. ആവശ്യമില്ലാതെ കടബാധ്യതയോ
അതുപോലെ തന്നെ നമ്മൾ ഈ എപ്പോഴും ഇത്തരം വ്യാഴം 12-ലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആർക്കെങ്കിലും ജാമ്യം നിൽക്കാനോ അല്ലെങ്കിൽ മധ്യസ്ഥ പോയി പറയാനൊക്കെ തോന്നുന്നു. അതൊന്നും പാടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അസ്ട്രോളജിക്കലി നമുക്ക് ഇത്തരം ദോഷങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ യുക്തിയും ബുദ്ധിയും കൊണ്ട് വേണം ജീവിതത്തെ വിജയിപ്പിക്കാൻ. അല്ലാതെ ദൈവങ്ങൾക്കോ ഗ്രഹങ്ങൾക്കോ ഒരു പങ്കുമില്ല. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊന്ന്, ധനുക്കൂറുകാരെ സംബന്ധിച്ച് ധനുക്കൂറിന് കുറച്ച് നല്ല കാലമായിരുന്നു. 7-ൽ വ്യാഴം നിന്നു, അത് അഷ്ടമത്തിലേക്ക് മറയുന്നു. 4-ൽ ശനി, അതായത് കണ്ടകശനി എന്ന് പറയും. ധനുക്കൂറുകാരുടെ ഭാഗ്യസ്ഥാനത്ത് കേതു. ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ കേതു ഭാഗ്യങ്ങളെ ശകലം ഒന്ന് ചെറുക്കുമെങ്കിലും ദോഷം ചെയ്യത്തില്ല. 4-ലെ ശനിയും അതെ, നമുക്ക് കുടുംബപരമായിട്ടും ഏറ്റവും വേണ്ടപ്പെട്ടവരോട് ബന്ധുക്കളോടൊക്കെ ചെറിയ പിണക്കമൊക്കെ വരും, നീരസമൊക്കെ വരുമെന്നല്ലാതെ വലിയ കടുത്ത ദോഷം ചെയ്യത്തില്ല. പക്ഷേ അഷ്ടമത്തിലേക്കാണ് വ്യാഴം മറയാൻ പോകുന്നത്. അപ്പോൾ എന്തു ചെയ്യും? നമ്മുടെ ഈ ജ്യോതിഷ ആചാര്യന്മാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ, കബഡി ആരൂഢിച്ചപ്പം അഷ്ടമത്തി മറഞ്ഞു, വ്യാഴം അഷ്ടമത്തി മറഞ്ഞു, ഇനി നോക്കൂല എന്ന് പറയും. അതിൻ്റെ കാരണം എന്താണ്? ദൈവാധീനം മറഞ്ഞ. ദൈവാധീനം പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അതായത് നമ്മളെ പോസിറ്റീവ് എനർജി കുറയുന്നു എന്നർത്ഥം. നമ്മളെന്ത് ചെയ്യണം? ദൈവാധീനം വർദ്ധിപ്പിക്കുക, തീർത്ഥാടനം, ക്ഷേത്ര ദർശനങ്ങൾ, പ്രാർത്ഥന, യോഗ, ധ്യാനം, മൈൻഡ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് നമ്മൾ മനസ്സിൽ സ്വയം തന്നെ ഒരു തീരുമാനം എടുക്കുക, എൻ്റെ സമയം ഇനി അങ്ങോട്ട് ഒരു വർഷം നല്ലതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ചാടത്തില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ശ്രദ്ധയും ജാഗ്രതയും പുലർത്തും. സഹകരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള സമയമൊക്കെ വരുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വരും. നമ്മൾ അതിനകത്ത് അപ്രതീക്ഷിതമായി പോയി ചാടി അതിലൂടെ അബദ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയെടുക്കും. ഇതൊന്നും വരാതെ സൂക്ഷിക്കുക. വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തുക, സംയമനം പുലർത്തുക. മാത്രവുമല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളിലും സാഹസികത്വം ഒഴിവാക്കുക. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ, ഉയരമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം, നമ്മൾ എങ്ങനെ പറയും, വെള്ളമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ ചെറിയ ചെറിയ തട്ടുമുട്ട് വീഴ്ചയൊന്നും വരാതെ, അതായത് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നൊരു സമയമാണ്. അങ്ങനെ തന്നെ ചിന്തിക്കുക. എന്നാൽ നിങ്ങൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ, വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം, നിങ്ങളൊന്നും പറയണ്ട, വെറുതെ കലിസന്ദ്രനോ ഉപനിഷത്തിൽ പറയുന്നൊരു മന്ത്രമുണ്ട്, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കുഞ്ഞിന് പോലും അറിയാവുന്നതും പറയാവുന്നതായ സിമ്പിളാണ്. പക്ഷേ അത് ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ കലിസന്ദ്രണോപനിഷത്തിൽ പറയുന്ന കലിയെ അതിജീവിക്കാനുള്ള മന്ത്രമാണത്. നമ്മൾ സിമ്പിളായിട്ട് കാണണ്ട. ഹരേ രാമ, അതുപോലെ ഹരേ കൃഷ്ണ പറഞ്ഞു പോകുന്ന ഒരാളിന് ഒരിക്കലും ദോഷം വരില്ല. വ്യാഴം നിങ്ങളെ അനുകൂലിക്കും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ദൈവികമായ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ വിഷ്ണു സഹസ്രനാമജപം നല്ലതാണ്. നാരായണ കവചം ജപിക്കാം. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുമ്പം ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ ജപിക്കാം. ഫ്രീ ടൈമിന് നമുക്കിത് ജപിക്കുന്നത്, മനസ്സിൽ ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല പുരാതനമായ വിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നത് ഈ സമയത്ത് നല്ലതാണ്. പുരാതനം എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. കാരണം അത്രയും വർഷത്തെ താന്ത്രിക പൂജയും കാര്യങ്ങളും നടന്ന് ആ ക്ഷേത്രത്തിന് പോസിറ്റീവ് എനർജി വർദ്ധിച്ച് ചൈതന്യ വർധനം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ, അതുപോലെ തന്നെ ആറന്മുള, തിരുവാറന്മുള, പിന്നെ തിരുവല്ലഭസ്വാമി, അതുപോലെ തന്നെ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി, വർക്കല ജനാർദ്ദന സ്വാമി, ഇങ്ങനെയുള്ള ഭഗവാന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രം മറ്റ് ക്ഷേത്രത്തിൽ നിന്ന് എങ്ങനെ അത്രയും പ്രാധാന്യം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാതനമായതുകൊണ്ട് അത്രയും വർഷത്തെ താന്ത്രിക പൂജാതി കാര്യങ്ങൾ ആ വിഗ്രഹത്തിൽ നടന്ന് ആ വിഗ്രഹത്തിനും ആ ക്ഷേത്ര പരിസരത്തിനും ഒരു പോസിറ്റീവ് എനർജി വളരെ ഗംഭീരമായി വർദ്ധിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് അനുഗ്രഹം കിട്ടുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കുമ്പോൾ നമ്മളെ നെഗറ്റീവ് എനർജി മാറി കുറച്ചുകൂടെ ഒരു ബുദ്ധി തെളിയും. നമുക്കെപ്പോഴും പ്രജ്ഞ, മേധ, വിവേകം, ജ്ഞാനം ഇതെല്ലാം തരേണ്ടത് നമ്മളെ 5ാം ഭാവവും വ്യാഴവും ബുധനുമാണ്. അപ്പോൾ ഈ നമ്മുടെ
ബുധൻ ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഇത്തരം ക്ഷേത്ര ദർശനങ്ങൾ ഗുണം ചെയ്യും. ഇനി നമ്മൾ ധനുക്കൂറ് പോലെ തന്നെയാണ് ഇടവക്കൂറ് വളരെ നല്ല ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് 2 വ്യാഴം ഉണ്ടായിരുന്നു, ശനിദോഷമില്ല. 10-ലായതുകൊണ്ട് വലിയ ദോഷം അവർക്ക് സർപ്പനെ കൊണ്ട് വരത്തില്ല, കർമ്മത്തിലൊക്കെ കുറച്ച് ഗുണമേ ചെയ്യുള്ളൂ. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന അവർക്ക് ഇപ്പോൾ 3-ലേക്കാണ് വ്യാഴം മാറുന്നത്. വ്യാഴം ഞാൻ നേരത്തെയും പറഞ്ഞു, വ്യാഴമാറ്റം വലിയ ദോഷം ചെയ്യില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴം ഉച്ചനായിട്ടാണ് മാറുന്നത്. 12 വർഷത്തിലൊരിക്കലാണ് വ്യാഴം ഉച്ചനായിട്ട് വരുന്നത്. ഒരു സംവത്സരത്തിൽ ഒരിക്കൽ മാത്രമേ സർവേശ്വരകാരകനായ വ്യാഴം ഉച്ചനായിട്ട് വരുള്ളൂ. അപ്പം വ്യാഴം ഉച്ചനായിട്ട് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ദോഷം ചെയ്യില്ല, പക്ഷേ ഗുണം വരില്ലല്ലോ. വ്യാഴമല്ലേ നമുക്ക് ധനം തരേണ്ടത്. ധനമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ കർമ്മപുഷ്ടി, ഭാഗ്യം, ഇതെല്ലാം ബ്ലോക്കാവും. നമുക്ക് ദോഷം വരില്ല, പക്ഷേ ഗുണം വരുന്നില്ലല്ലോ. ദോഷം വരാതിരുന്നാൽ മാത്രം പോരല്ലോ. അവിടെയാണ് വ്യാഴത്തെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം. 3-ലേക്ക് മാറുന്നതുകൊണ്ട് 3-ൽ ഉച്ചനായിട്ടാണെങ്കിൽ പോലും വലിയ ഗുണം വ്യാഴം ചെയ്യില്ല, എന്നാൽ ദോഷം ചെയ്യില്ല കേട്ടോ. ഞാൻ പലപ്പോഴും അസ്ട്രോളജിക്കലി നോക്കുന്ന ആൾക്കാരോട് പറയാറുണ്ട്, വ്യാഴം എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ ഗ്രഹമാണ്. നിങ്ങൾക്ക് വ്യാഴത്തെപ്പറ്റി അറിയില്ലെങ്കിൽ എളുപ്പം മനസ്സിലാവാൻ ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. അതായത് വ്യാഴം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരു കാരണവരായിട്ട് കാണുക, ഒരു അമ്മാവനായിട്ട് കാണുക. അമ്മാവൻ ഒരു IPS ഉദ്യോഗസ്ഥനായിട്ട് നമ്മുടെ നാട്ടിൽ IG ആയിട്ടിരിക്കുകയാണ്, നമ്മളെ സഹായിക്കാൻ പറ്റും. ഈ IG പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിൽ നാഗാലാൻഡിൽ പോയി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ MD ആയിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വീക്കായിരിക്കും. ഇതാണ് വ്യാഴ അനിഷ്ട സ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാണേണ്ടത്. അദ്ദേഹം ദോഷം ചെയ്യത്തില്ല, നമ്മളെ അമ്മാവനാണ്, അല്ലെങ്കിൽ നമ്മളെ കാരണവരാണ്, നമ്മളെ ഗുരുവാണ്, നമ്മളെ ദോഷം ചെയ്യത്തില്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റില്ല? അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റില്ല. നമ്മളെ സഹായിക്കേണ്ട ആളാണ്, നമുക്ക് ഭാഗ്യം തരേണ്ട ആളാണ്, നമുക്ക് ധനവും ഐശ്വര്യവും തരേണ്ട ആളാണ്. ദൈവാധീനം, ഭാഗ്യം, ഇതെല്ലാം തരേണ്ട വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ കഴിവില്ലാതെ വരുന്നു. അവിടെ നമ്മൾ അദ്ദേഹത്തെ ബൂസ്റ്റ് ചെയ്യുക. ബൂസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ. ഗുരുതുല്യരായവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുക, ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുക, ഏറ്റവും വിശിഷ്ടമായ പുരാതന വൈഷ്ണവ ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വ്യാഴപ്രീതി വരും. ഞാൻ പറഞ്ഞതിന് ഇത്രയേ ഉള്ളൂ. ചിങ്ങം, ധനു, ഇടവം കൂറുകാർ വളരെ ഈ വരുന്ന ഒരു വർഷം ശ്രദ്ധിക്കുക, ജാഗ്രത പുലർത്തുക. അതേസമയം മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഈ ധനം, അതുപോലെ തന്നെ കടബാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നല്ലാതെ മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇടപാടുകൾ, കർമ്മപരമായ ഇടപാടുകൾ, ഫ്യൂച്ചറിന് വേണ്ടിയുള്ള പ്ലാനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷേ ഈ 3 കൂറുകാരും, ചിങ്ങം, ധനു, ഇടവക്കാർ, നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യണമെങ്കിൽ പുതിയ പദ്ധതികൾ ഉടനെ ആവിഷ്കരിക്കരുത്. 2027 വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അതുപോലെ നിങ്ങൾ പുതിയ പാർട്ട്ണർഷിപ്പോ പുതിയ നിയമപരമായ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കരുത്. അതൊന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ഇങ്ങനെ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോയാൽ ദോഷമില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ വർഷത്തെ വിഷുഫലം എല്ലാ കൂറുകാർക്കും ഒരു പരിധിവരെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ച് തന്നെ പോകണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരുവിധം എല്ലാ കൂറുകാർക്കും ഇപ്പോൾ കേതു അനിഷ്ടത്തിൽ നിൽക്കുന്ന സമയമാണ്. കേതു എന്ന് പറയുമ്പോൾ ഈ വ്യാഴം ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യില്ല, പക്ഷേ കേതു അങ്ങനെയല്ല, അനിഷ്ടം ചെയ്യും. അപ്പോൾ കേതു അനിഷ്ടത്തിൽ വരാത്ത കൂറുകാരെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ മിഥുനക്കൂറുകാരുണ്ട്, അതായത് മകയിരം, തിരുവാതിര, പുണർതംകാരുണ്ട്. നമ്മുടെ മീനക്കൂർ എന്ന് പറയുമ്പം പോരിട്ടാതിയുടെ അവസാന പാദം, ഉത്രട്ടാതിയും രേവതിക്കാർ. ഇവർക്ക് കേതു വലിയ അനിഷ്ടം ചെയ്യത്തില്ല. കാരണം അവർ 3ഉം 6ഉം ഭാവാധിപത്യമാണ് കേതുവിനെ കൊണ്ട്. അപ്പോൾ അത് കേതു വലിയ ദോഷം ചെയ്യത്തില്ല അവർക്ക്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ച് 11ലാണ് കേതു. വലിയ ദോഷം ചെയ്യില്ല, കാരണം അവർക്ക് വരേണ്ട ലാഭത്തിൽ ചെറിയ ബ്ലോക്ക് വരുമെന്നല്ലാതെ കേതു അവർക്ക് വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ 3 കൂറുകാർ, അതായത് തുലാം, മീനം, മിഥുനം കൂറുകാരൊഴികെ ബാക്കി എല്ലാവരും കേതു പ്രീതി വരുത്തി തന്നെ മുന്നോട്ട് പോകണം. അതിന്
ഏറ്റവും സിമ്പിളായ മാർഗം നക്ഷത്ര ദിവസം അതല്ലെങ്കിൽ ഞായറാഴ്ച, മാസത്തിലൊരു ഞായറാഴ്ച ഗണപതി ക്ഷേത്രങ്ങളിൽ സന്ദർശനം ചെയ്യുക, നാളികേരം ഉടയ്ക്കുക. ഇനി സന്ദർശനം ചെയ്യാൻ പറ്റാത്തവർ ഗണപതി ഹോമത്തിനോ അല്ലെങ്കിൽ മോദകം നടത്താനോ ഏർപ്പാട് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പോലുള്ള പുരാതന ക്ഷേത്രങ്ങളിൽ ഓൺലൈൻ വഴി പോലും ബുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്ന പലർക്കും ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഗണപതി മന്ത്രങ്ങൾ, അതുപോലെ തന്നെ ദേവീ മഹാത്മ്യത്തിൻ്റെ മൂലമന്ത്രമായ നവാക്ഷരി മന്ത്രം ഇത് ജപിക്കുന്നത് നിങ്ങളുടെ മറ്റ് ഇതിൽ വരുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളെ കുറേ കൂടെ സപ്പോർട്ട് ചെയ്യും. ഇതിൽ നവാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ഓം ഐം ക്ലീം ഹ്രീം ചാമുണ്ടായേ വിച്ചേ നമഃ. ഇത് നവാക്ഷരി മന്ത്രം വളരെ സിമ്പിളായിട്ട് ചെറിയൊരു മന്ത്രമായിട്ട് തോന്നിയാലും ദേവീ മഹാത്മ്യം മുഴുവൻ വായിക്കുന്നതിനും ദേവിയുടെ മുഴുവൻ പ്രീതിക്കും തുല്യമാണ് നവാക്ഷരി മന്ത്രം. ഇത് ഏത് മന്ത്രവും നമ്മൾ മിനിമം 9 രൂപ അല്ലെങ്കിൽ 9ൻ്റെ ഗുണിതങ്ങൾ, അതായത് 27, 36, 54, 108 പ്രാവശ്യം. ഇല്ലെങ്കിൽ നമ്മൾ നിരന്തരം ജപിക്കുന്നവരാണെങ്കിൽ മനസ്സിൽ ദേവിയെ വിചാരിച്ച് നമ്മുടെ ഉള്ളിൽ ജപിച്ചാൽ മതി. ഈ ജപിക്കാൻ വേണ്ടി ഉള്ള ധാരാളം ആത്മമിത്രങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ഇതാരെ വിചാരിച്ച് ജപിക്കണം, എനിക്ക് ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഇതിനൊരു ഉപദേശം വേണം, ആര് ഗുരുവായി കാണും. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിലെ സർവ്വ മന്ത്രങ്ങൾക്കും അധികാരി സാക്ഷാൽ പരമശിവനാണ്. പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിച്ച് പാർവതീദേവി 64 സിദ്ധന്മാരും അതിലൂടെ സിദ്ധാദികളിലൂടെ മറ്റ് എല്ലാ ജപിക്കുന്ന യോഗീശ്വരന്മാർക്കും ജപിക്കുന്ന ആത്മമിത്രങ്ങൾക്കും വന്നെത്തിയതാണ്. തീർച്ചയായിട്ടും എല്ലാ ഋഷിമാർക്കും ഒക്കെ മുകളിൽ പരമശിവനാണ്, ദക്ഷിണാമൂർത്തിയാണ്, ദേവിയാണ്. അപ്പം ദേവീ മന്ത്രങ്ങൾ ചെയ്യുമ്പോൾ സാക്ഷാൽ മൂകാംബിക അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് ജപിക്കാം. നവാക്ഷരി മന്ത്രം ജപിച്ചാൽ കേതുദോഷം ഒഴിയും. അതുപോലെ തന്നെ ഗണപതി മന്ത്രം, ഗണപതിയുടെ നിങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ലെങ്കിൽ ഓം ഗം ഗണപതായേ നമ എന്ന് പറഞ്ഞാലും മതി. അല്ല കുറച്ച് കാര്യമായിട്ട് ജപിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഗണപതിയുടെ എല്ലാ ഗണപതിയിലും നമ്മൾ കേട്ട് അറിവുണ്ട്. പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാന ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് പിള്ളയാർ പെട്ടി ഗണപതിയാണ്. പിള്ളയാർ പെട്ടി ഗണപതി, പിള്ളയാർ ഗണപതി എന്ന് പറയും. കരുവാരൂർ സിദ്ധർ ഭഗവാനെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥാനമാണ് പിള്ളയാർ പെട്ടി. അപ്പോൾ അവിടെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുത്തിയ, അദ്ദേഹം ഉപാസിച്ചിരുന്നൊരു മന്ത്രമുണ്ട്. ഞാനിവിടെ അത് പറയാം. ഹരിയോം തിരുവുള്ളമേ, ആദി തിരുവുള്ളമേ, ചെന്താമരയിൽ പിറന്ന മരുവേ, ഉന്മുഖം എൻമുഖമാകെ, ഉൻകൺ എൻ കണ്ണാകെ, ശക്തിയും പിള്ളയാരും മുമ്പേ നടക്കുക സ്വാഹ. ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ജപിച്ചാൽ ഈ കേതുദോഷം ബാധിക്കത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേതുവിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ ഈ വർഷം നല്ലതായിരിക്കും. ഇനി മറ്റൊന്നുകൂടി പറയാം, ഇങ്ങനെ മാത്രമല്ല, ജാതകത്തിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏത് ദശയും അപഹാരവും നമുക്ക് വലിയ ദോഷം ചെയ്യത്തില്ല. കേതുവിൻ്റെ ദശയിൽ കേതുവിൻ്റെ അപഹാരം, മറ്റേത് ദശയിലും കേതുവിൻ്റെ അപഹാരം വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം കഷ്ടത വരുന്നത്. കാരണം കേതു എന്ന് പറഞ്ഞാൽ എല്ലാം മുറിച്ച് വിടുക, അതായത് സർജറി, ബ്ലോക്ക്, എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യുന്ന ആളാണ്. കേതുവിനെ പ്രീതിപ്പെടുത്തുന്ന ഒരാളിൻ്റെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളൊന്നും വരില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഗണപതി ഉപാസകരായിട്ട് മാറുക. നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വിഷു മുതലുള്ള ഇനി ഒരു വർഷം നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ. നമ്മളെല്ലാവരും ഭഗവാന്റെ ആ പ്രപഞ്ചശക്തിയുടെ ആ പരമാത്മാവിൻ്റെ ഭാഗമായ ആത്മമിത്രങ്ങളാണ്. നമ്മളെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരോടും നമുക്ക് ഒരു ദേഷ്യവും വെറുപ്പും പാടില്ല. എല്ലാവരും നല്ലവരാണ്. സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇണക്കവും പിണക്കമൊക്കെ വന്നാൽ അതെല്ലാം മാറ്റി നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. സംശയങ്ങൾക്കോ കൺസൾട്ടിങ്ങിനോ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. കോൾ ഞാനത് അറ്റൻഡ് ചെയ്യാറില്ല, കാരണം അത്രയും തിരക്കുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തരും. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സബ്സ്ക്രിപ്ഷൻ ലൈക്കും തന്ന് നിങ്ങൾ നമ്മളോടൊപ്പം ഒരു കുടുംബത്തെ പോലെ തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്നതുകൊണ്ട് എല്ലാ ആത്മമിത്രങ്ങൾക്കും എല്ലാവർക്കും എന്നും എൻ്റെ പ്രാർത്ഥനയുണ്ട്. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും നന്നായി വരട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും. ഹരേ കൃഷ്ണ.